ചാനൽ മൈസെൽഫ് മഞ്ജു. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് ടൈം നമ്മൾ അയർലൻഡിലേക്ക് വരുമ്പോൾ ബാഗിൽ പാക്ക് ചെയ്യേണ്ട സാധനങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ID കാർഡ്, പാസ്പോർട്ട്, വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായി എടുത്തു വെക്കണം. പിന്നെ സെക്കൻഡ്ലി, അയർലൻഡ് ഒരു ഭയങ്കര കോൾഡ് കൺട്രിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു വാം ജാക്കറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ കൊണ്ടുവരേണ്ടതാണ്. അപ്പം നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് ഡെക്കാത്തലോൺ അവിടെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സ്റ്റോഴ്സിൽ നമ്മൾ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളതാണ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ്സ്, ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് മറക്കാതെ എടുത്തുകൊണ്ട് വരണം. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സ്റ്റുഡൻസിനൊക്കെ വാട്ടർ പ്രൂഫ് ബാഗ് വളരെ അത്യാവശ്യമായിരിക്കും. കാരണം ഇത് എപ്പോഴും മഴ തന്നെ ആയതുകൊണ്ട് അവർക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ ക്ലോത്ത്സ്. അപ്പോൾ ക്ലോത്ത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ക്ലോത്ത്സ് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിലെ വെതറും ഇവിടുത്തെ വെതറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വളരെ മിനിമലായിട്ടൊരു 4 പെയർ ടോപ്പ് അല്ലെങ്കിൽ ടീഷർട്ട്സ് ഓർ ജീൻസിൻ്റെ ടോപ്പ് അങ്ങനെ എന്തെങ്കിലും 4 ടോപ്സൊക്കെ ഇനഫായിരിക്കും. അതുപോലെ 2 പെയർ ജീൻസിൻ്റെ ആവശ്യമുള്ളൂ. കൂടുതൽ ഡ്രസ്സ് നമുക്ക് ഇവിടുത്തെ വെതറിനനുസരിച്ച് ഇവിടെ വന്നിട്ട് മേടിക്കാം. അതുപോലെ തന്നെ സ്വെറ്റ് ഷർട്ട്സ്, വാമേഴ്സൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതും ഇതുപോലെ തന്നെ നമുക്ക് ഡെക്കാത്തലോണിലൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഇന്നർ വിയർ, ഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്നർ വിയേഴ്സ്, നമ്മുടെ പാൻറ്റീസ് അല്ലെങ്കിൽ ബ്രാ അതിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. കാരണം നമ്മുടെ സൈസിനനുസരിച്ചുള്ള ചിലപ്പോൾ നമുക്കിവിടെ കിട്ടാൻ പാടായിരിക്കും. നമ്മുടെ UK സൈസും ഇന്ത്യൻ സൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ആദ്യം കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ നമ്മുടെ പാൻറ്റീസും ബ്രാഡൊക്കെ കറക്റ്റ് ആ ഒരു സൈസിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അടുത്തത് നാപ്കിൻസ് കൊണ്ടുവരാം. ടോയ്ലറ്ററീസ് ജസ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്തിലോട്ടുള്ളത് ആവശ്യമുള്ളൂ. കാരണം അതിവിടെ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. മേക്കപ്പ് ഐറ്റംസ് നിങ്ങളുടെ ഏതാണോ മേക്കപ്പ് ഐറ്റംസ് നിങ്ങളെപ്പോഴും യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. കാരണം ചില ഇന്ത്യൻ ബ്രാൻഡുകളൊന്നും ഇവിടെ അയർലൻഡിൽ അവൈലബിൾ അല്ല. നമ്മുടെ സ്കിൻ ടോണിന് ചിലപ്പോൾ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ചേരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ പിന്നീട് ആമസോൺ ഡെലിവറി ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ഫ്രൈയിങ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഐറ്റംസിൽ മെയിനായിട്ട് പ്രഷർ കുക്കർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പ്രഷർ കുക്കർ, ഫ്രൈയിങ് പാൻ എല്ലാം നമുക്ക് മേടിക്കാൻ അവൈലബിൾ ആണ്. ബട്ട് ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലി. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ചുകൂടെ ചീപ്പായിട്ട് കൊണ്ടുവരാം. ഇവിടുത്തെ യൂറോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലാണ് നമുക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് പ്രഷർ കുക്കർ, ഫ്രൈയിങ് പാന്, തവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സ്പൂണ്, തവി അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കുക്കിങ്ങിനായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ മസാല ഐറ്റംസ്, സ്പൈസസ് അതൊക്കെ 1 മന്തിലോട്ടുള്ളത് കൊണ്ടുവന്നാൽ മതിയായിരിക്കും. ഗ്രോസറി, റൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പൊടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കുള്ളത് കൊണ്ടുവന്നാൽ മതി. കാരണം ഏഷ്യൻ സ്റ്റോറെല്ലാം ഇവരുടെ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി മേടിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നാൾ നമുക്കൊരു പാടായിരിക്കും എല്ലാം ഒന്നും ആക്സസ് ചെയ്യാനൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ഫസ്റ്റ് ഒരു വീക്കിൽ ഫസ്റ്റ് ഒരു 1 മന്തിലോട്ടുള്ളത് കൊണ്ടുവന്നാൽ മതിയായിരിക്കും. പിന്നെ മെയിനായിട്ട് മെഡിസിൻസ്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ്, പിന്നെ എന്തെങ്കിലും റെഗുലർ മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസ്, ഓയിൻമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ എന്തെങ്കിലും സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള മെഡിസിൻസോ, നോസിയ, വൊമിറ്റിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് ഇഷ്യൂസിനുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് കരുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നമ്മുടെ വായുഗുളിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും തൈലോ, കുഴമ്പ്, പിന്നെ ഈ ടൈഗർ ബാം, വിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ കുക്കിംഗ് ഐറ്റംസ് മേടിക്കുമ്പം ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള മേടിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇവിടെയൊക്കെ ഇലക്ട്രിക്
കുക്കിംഗ് ഇതായിരിക്കും, സ്റ്റൗ ആയിരിക്കും മെയിൻലി. അപ്പം ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതിൽ അഡാപ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങും. അപ്പം ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ UK പിന്നെ നമ്മുടെ ചാർജറൊക്കെ അഡാപ്റ്റ് ആകാനായിട്ട് അഡാപ്റ്റേഴ്സ് കൊണ്ടുവരിക. സ്റ്റീം ഇൻഹെയിലർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അയർലൻഡ് വളരെ കോൾഡ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അലർജി, സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ സ്റ്റീം ഇൻഹെയിലർ ഒരെണ്ണം നമുക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നാട്ടിൽ സ്പെക്സ്, പിന്നെ എന്തെങ്കിലും ഡെൻ്റൽ ചെക്കപ്പ് അല്ലെങ്കിൽ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഐ ചെക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരിക. കാരണം ഇവിടെ വന്നാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെ ഡിലേ എടുക്കും, അതുപോലെ തന്നെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റ്സ് മീൻസ് ചെക്കപ്പുകളെല്ലാം നമ്മൾ നേരത്തെ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് ഇവിടെ വരിക. നെക്സ്റ്റ് IDP. നമുക്ക് ഇവിടെ നിന്ന് 1 വർഷത്തേക്ക് വണ്ടി ഓടിക്കാനുള്ള ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്ക് നാട്ടിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് വരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യുന്നതിനും നമുക്കൊരു ട്രിപ്പ് പോകുന്നതിലൊക്കെ ആണെങ്കിലും റെൻ്റ് കാർ സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ആ IDP ഉപയോഗിച്ച് നിങ്ങൾക്കിവിടെ ഡ്രൈവ് ചെയ്യാം. സോ അങ്ങനെയുള്ള പിന്നെ സ്പെക്സ് ഒക്കെ ഉള്ളവർ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ആക്കി അതൊക്കെ എടുക്കുക. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ അയർലൻഡിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഞാനിവിടെ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.